നമസ്കാരം. 2014 നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഒരുപക്ഷെ ദേശീയതലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മലയാളിയുടെ പേര് CV അനന്തബോസ് എന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ പശ്ചിമബംഗാൾ ഗവർണറായിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് വലിയ സംഭവബഹുലമായി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതും പശ്ചിമബംഗാളിലെ രാഷ്ട്രീയം തന്നെയാണ്. താങ്കൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ നിലവിലുള്ള ഒരു പശ്ചിമബംഗാളിലെ ഒരു സാഹചര്യം? പശ്ചിമബംഗാളിൽ സംസ്കാര സമ്പന്നരായ ഒരു ജനതയാണുള്ളത്. ബംഗാൾ ഇന്നെന്ത് ചിന്തിക്കുന്നോ അത് നാളെ ഇന്ത്യ ചിന്തിക്കും എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞൊരു സമയമുണ്ട്. ഇന്നും അത് ശരി തന്നെയാണ്. പക്ഷേ ബംഗാൾ രാഷ്ട്രീയം മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ബംഗാളിൽ കാണുന്ന രണ്ട് ന്യൂനതകൾ, പ്രധാനപ്പെട്ട ന്യൂനതകൾ: ഒന്ന് അക്രമം, വയലൻസ്; രണ്ട് അഴിമതി, കറപ്ഷൻ. ഈ രണ്ട് വിപത്തുക്കളാണ് ബംഗാളിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്നാണ് 1.5 വർഷം അവിടെ ഗവർണറായിരുന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. താങ്കൾ ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ മമതാ ബാനർജിയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ പലതരത്തിൽ സർക്കാരുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസിനെതിരെയും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കളുടെ ഒരു പരാമർശം കൂടി കണ്ടു, ആ സുരക്ഷ സംബന്ധിച്ച്. അത്തരത്തിൽ ഭരണഘടനാ പദവിയുള്ള ഒരാൾക്ക് പോലും സുരക്ഷയില്ലാത്തൊരു സാഹചര്യമാണോ നിലവിൽ കൊൽക്കത്തയിൽ? അത് സത്യമാണ്. അക്രമം ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി പറയാനുള്ള ഒരു മനസ്ഥിതിയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് 1.5 വർഷം പഠിച്ചതിന് ശേഷം പറയുകയാണ്. ഞാൻ അക്രമം നടന്ന സ്ഥലങ്ങളിൽ പോകും, അക്രമ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോകും, അക്രമത്തിന് ഇരയായവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സ് ഒപ്പിയെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ബംഗാളിലെ അക്രമം ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഹൂ ഈസ് എ കോപ്പ്, ഹൂ ഈസ് എ തീഫ് എന്ന് മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവിടുത്തെ പോലീസിൻ്റെ നല്ല വിഭാഗം ഹാവ് ബീൻ ക്രിമിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു മാറ്റമില്ലാതെ, അക്രമത്തിൽ നിന്ന് മോചനമില്ലാതെ, അഴിമതിയിൽ നിന്ന് മോചനമില്ലാതെ ബംഗാളിൻ്റെ മോചനമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ എൻ്റെ എളിയ രീതിയിൽ മുൻപോട്ട് വന്നിരിക്കുന്നത്. ഈ താങ്കൾ മുൻപ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ ഭേദമന്യേ വലിയ തരത്തിൽ പ്രശംസയൊക്കെ പിടിച്ചുപറ്റിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. പക്ഷേ ഗവർണർ എന്ന തലത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ഒരു ശത്രുവായി മാറുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അമ്പ് കൊള്ളാത്തവരുടെ ഗുരുക്കളിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പദവി ഏറ്റെടുത്തത്. വ്യക്തി വേറെ, പ്രസ്ഥാനം വേറെ. മമത ദി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്, മമത ദ ചീഫ് മിനിസ്റ്റർ ഇസ് ഡിഫറെൻറ്റ്, മമത ദ പൊളിറ്റീഷ്യൻ ഇസ് ഡിഫറെൻറ്റ്. വ്യക്തിപരമായി എനിക്ക് ആരോടും എതിർപ്പില്ല, ആരോടും ശത്രുതയില്ല. ഭരണഘടനാപരമായി ഗവർണറുടെ ചുമതല ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഭരണം നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ്. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. അത് ചില എതിർപ്പുകൾ വിളിച്ചു വരുത്തും. ഈ എതിർപ്പുകളൊക്കെ നേരിടാൻ, അഭിമുഖീകരിക്കാനുള്ള മാനസിക ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. മമതാ ബാനർജിയെ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബംഗാൾ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ധർമ്മം ചെയ്യുന്നു. ആർക്കിഷ്ടപ്പെടുന്നു, ആർക്കിഷ്ടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കാറില്ല. ധർമ്മം ചെയ്യുക, ശരി എന്ന് തോന്നിയത് ചെയ്യുക, അതാണിപ്പോൾ അനുവർത്തിച്ച് വരുന്ന നയം. അതിന് എനിക്ക് ആത്മധൈര്യം തരുന്നത് ഞാനൊരു മലയാളിയാണ് എന്നുള്ളൊരു വിശ്വാസമാണ്. കേരളത്തിന് ഇന്ന് എനിക്ക് കിട്ടുന്ന സ്നേഹം അത് വലിയൊരു കാര്യം തന്നെ. ദാറ്റ് ഈസ് മൈ ഫ്യൂവൽ എന്ന് പറയും. എൻ്റെ മനസ്സിൻ്റെ ഇന്ധനം അതാണ്. ഞങ്ങളിപ്പോൾ പറഞ്ഞു ഈ പോലീസിൻ്റെ ഇടപെടലുകൾ അത് ബംഗാളിൽ എത്രമാത്രം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചന പറയുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ പോലീസിനെ ഭരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടിയാണ് ഒരു തരത്തിൽ. കാരണം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവരോടുകൂടി ബാധ്യസ്ഥരാണ്. ആ അർത്ഥത്തിൽ അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പിന്തുണയില്ല എന്ന് പറയാൻ പറ്റും. അവിടെ ഭരണഘടനാപരമായ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ക്രമസമാധാന പാലനം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ്. അവിടെ കേന്ദ്രത്തിന് ഇടപെടാനാവില്ല. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ മാത്രം കേന്ദ്ര സേനയെ നിയോഗിക്കാം. പക്ഷേ ആ കേന്ദ്രസേന വന്നാലും ഭരണഘടന അനുസരിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം പാലിക്കേണ്ട ചുമതല സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ബംഗാളിൽ ക്രമസമാധാന നിലയ്ക്ക് കോട്ടം പണിതിട്ടുണ്ടെങ്കിൽ അതിന് കേന്ദ്രത്തെ ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താൻ ആവില്ല. ആ അർത്ഥത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ മമതാ ബാനർജി തുടർച്ചയായി ഭരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നത് കൊണ്ടാണ് എന്ന് തന്നെ താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? എനിക്ക് ബംഗാളിനെക്കുറിച്ച്
ഉള്ള അറിവ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ അക്രമത്തെക്കുറിച്ച് പഠിക്കാൻ പോയ ടീമിൽ ഞാനുണ്ടായിരുന്നു. അന്നും ഞാൻ കണ്ട ഒരു കാര്യം, അക്രമം എന്ന് പറയുന്നത് ഇലക്ഷൻ ജയിക്കാനുള്ളൊരു ഉപാധിയായി അവിടെ തുടരുന്നു. ഗുണ്ടാരാജ് പല പോക്കറ്റുകളിലും നടപ്പാകുന്നുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ കൂടുതലായിരുന്നു. അന്ന് എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട്, മമതാ ബാനർജിയുടെ അഭ്യർത്ഥന അവഗണിച്ചുകൊണ്ട് ഫീൽഡിൽ പോയി ജനങ്ങളുമായിട്ട് ഇടപഴകാനും അവരെന്ത് ചിന്തിക്കുന്നു, എന്ത് വാട്ട് ദേ ഫീൽ, വാട്ട് ദേ തിങ്ക് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഞാൻ പറയുകയാണ്. അക്രമം ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു മാർഗമായി അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ പലരും കാണുന്നു എന്നുള്ളതാണ് സത്യം. അതിനെതിരെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കണം, നിയമമനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പാക്കണം. ചിലപ്പോൾ കോടതിയുടെ ഇടപെടലുകൾ ആവശ്യമായിട്ട് വരും. ശക്തമായ തീരുമാനങ്ങളെടുത്ത് ശക്തമായ ചുവടുവയ്പ്പുകൾ നടത്തിയാൽ മാത്രമേ ബംഗാളിൽ അക്രമം അമർച്ച ചെയ്യാൻ കഴിയൂ എന്നാണ് എൻ്റെ നിഗമനം. താങ്കളെ വിമർശിക്കുമ്പോൾ മമതാ ബാനർജി പറയുന്നത് താങ്കളൊരു BJP ഏജൻ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ള, അങ്ങനെ ഒരു BJP ഏജൻ്റാണ് എന്നുള്ള ഒരു ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവ് പറയുന്ന അഭിപ്രായങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി അവർ ചെയ്യുന്നത് നിയമപരമാണോ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണോ അത് നോക്കേണ്ട ചുമതലയാണ് എനിക്കുള്ളത്. ആ പരിമിതിക്കുള്ളിൽ നിന്നതിൽ സംസാരിക്കാം. ദ പൊളിറ്റീഷ്യൻ മമത ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. അതുകൊണ്ട് അവരെന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അതേസമയത്ത് തന്നെ ഇതിനോടൊരു ഉപചോദ്യമായി ചോദിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാർ ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ ഒരു ബുദ്ധിമുട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വലിയ ആരോപണമാണ്. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി നല്ല ബന്ധത്തിലല്ല, തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയും ഗവർണറും നല്ല ബന്ധത്തിലല്ല. താങ്കളുടെ ഇപ്പോൾ സംസ്ഥാനം പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ അങ്ങനൊരു സാഹചര്യം നിലവിലുണ്ട്. എനിക്ക് നല്ല ബന്ധം തന്നെയാണ്. ഏതെങ്കിലും ഒരു വിമർശനം എനിക്കെതിരെ തൊടുത്തുവിട്ടാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ബന്ധം വഷളായി എന്നല്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. മമതാ ബാനർജി എന്ന വ്യക്തിയുമായി എനിക്ക് യാതൊരു ശത്രുതയുമില്ല. മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി തെറ്റ് ചെയ്താൽ തെറ്റ് ചൂണ്ടിക്കാണിക്കും, ശക്തമായ നിലപാടുകൾ എടുക്കും. പോലീസിൻ്റെ നിലപാട് തെറ്റാണ് എന്ന് തോന്നിയാൽ ശക്തമായ നിലപാടുകൾ എടുക്കുക തന്നെ ചെയ്യും. ദാറ്റ്സ് മൈ പ്രൊഫഷണൽ കോണ്ടാക്ട്. അത് വ്യക്തിപരമായ ബന്ധമില്ല. മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അതേസമയം തന്നെ, അതായത് ഈ ഒരു ബന്ധത്തിൻ്റെ പറഞ്ഞതുകൊണ്ടാണ് താങ്കൾക്കെതിരെ വന്ന കേസ് അതുകൂടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു ഗൂഢാലോചനയിലില്ല. അത് ഇലക്ഷൻ്റെ സമയത്ത് ഇറക്കിവിട്ട ഒരു വ്യാജ പ്രചരണമായിരുന്നു. അത് കെട്ടടങ്ങി. അല്ലെങ്കിൽ ഞാൻ അവഗണിക്കുന്നു. ഭരണഘടനാപരമായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ലത് എന്ന് മാത്രമല്ല, എനിക്കെതിരെ എന്തോ പരാതി പറഞ്ഞു എന്നൊരു വ്യക്തി അവർ തന്നെ മുൻപോട്ട് വന്ന് എനിക്കങ്ങനെ പരാതിയില്ല, ഞാൻ എൻ്റെ പരാതി പിൻവലിക്കുന്നു, പോലീസ് സമ്മതിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പോലീസിനെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നത് ഒരു ഗവർണർക്കെതിരെയാണെന്നുണ്ടെങ്കിൽ ഭരണഘടന നോക്കിക്കോളും. പക്ഷേ സാധാരണക്കാരെതിരായിട്ട് കള്ളക്കേസുകൾ കെട്ടിച്ചമച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ തകർക്കാൻ ഇതൊരായുധമാക്കി മാറ്റുന്ന മമതാ ബാനർജി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ശക്തമായ നിലപാടുകൾ അതിന് തടയിടാൻ വേണ്ടി ഗവർണർ എന്നതിൽ വ്യക്തിപരമായ വ്യക്തിഹത്യ നടത്തിയാൽ അതൊക്കെ എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എന്ത് തന്നെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാലും ശരി, ബംഗാളിൽ അക്രമത്തിനെതിരെ, അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുക തന്നെ ചെയ്യും. വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇതൊരു വ്യക്തിയുടെ അഭിപ്രായമല്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുശാസിക്കുന്ന അധികാരം കൈയാളുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു മുഖ്യമന്ത്രിക്കും പ്രവർത്തിക്കാനാവില്ല. അങ്ങനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ചുമതലയാണ് എനിക്കുള്ളത്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നത്, അവിടെ ഒരു വ്യക്തി ഒരു പരാതി കൊടുക്കുന്നു, താങ്കൾ തന്നെ പറയുന്നു അവരത് പിൻവലിക്കുകയാണ്. ആ ഒരു ഇതില്ല. അപ്പം ഏതെങ്കിലും തരത്തിൽ നിയമപരമായി പോകേണ്ടത് താങ്കളുടെ കൂടി, അതായത് താങ്കൾ സംശുദ്ധനാണെന്നുള്ള തെളിയിക്കേണ്ട നമ്മളുടെ ഒരു ബാധ്യതയുണ്ടല്ലോ. ഒരു കാര്യം എനിക്കില്ല. ആരെങ്കിലും എൻ്റെ മേൽ ചെളിവാരി എറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകേണ്ട ജോലി എനിക്കില്ല. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നില്ല. അങ്ങനെ ആരോപണം ഇല്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യവുമില്ല. അല്ല, ഇത് പറയാൻ കാരണം ചില MP-മാർ പോലും ഇപ്പം തൃണമൂലിൻ്റെ ഭാഗമായി ലോക്സഭയിൽ വിജയിച്ച് വന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ അത്തരത്തിലാണ് അത് ആ വഴി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഗൂഢാലോചനയുണ്ടോ എന്ന് വാക്ക് തന്നെ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഗൂഢാലോചനയുണ്ടോ എന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ല? ഗൂഢാലോചനയില്ല, ആലോചനയില്ല.
ആലോചന ഇല്ലാതെ ചെയ്ത ചില പ്രസ്താവനയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ പോലീസിന് ഇത്തരത്തിൽ പോലീസ് തന്നെയാണ് അത് കെട്ടിച്ചമക്കുന്നതെന്ന് തന്നെ താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? അതെന്നെ സംബന്ധിച്ച് ഒരു പ്രസക്തമായ കാര്യമല്ല. ബംഗാളിലെ പോലീസ് ബംഗാളിലെ ജനതയെ അമർ ചെയ്യാൻ ശ്രമിക്കുന്നു, അതാണ് എൻ്റെ പ്രശ്നം. എന്നെ അവരോട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. ബംഗാളിലെ പോലീസ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഈസ് ക്രിമിനലൈസ്ഡ് എന്ന് തോന്നത്തക്ക രീതിയിലാണ് അവരുടെ പ്രവൃത്തി. അതിനെതിരായി ശക്തമായ നടപടിയെടുക്കും, നിയമപരമായ നടപടിയെടുക്കും, ഭരണഘടനാപരമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. ഈ ആരോപണത്തിൽ ഒരു നിയമപരമായ പോരാട്ടത്തിനില്ല. ആരോപണം അപ്രസക്തമാണ്. അതൊരു വ്യക്തിയെക്കുറിച്ചുള്ള ആരോപണമാണ്. ഞാനൊരു വ്യക്തി മാത്രമാണ്. എന്നെക്കുറിച്ച് ആർക്കും ആരോപണം ഉന്നയിക്കാം, വിമർശിക്കാം. അത് ഞാൻ പരിഗണിക്കുന്നില്ല. അതല്ല പ്രശ്നം ഒരു സമൂഹത്തെ മുഴുവൻ അടിച്ചമർത്താൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനത്തെ പോലീസ് രാജ്യത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും. അതിനെതിരെ നിൽക്കേണ്ട ചുമതലയാണ് ഗവർണർ എന്ന നിലയ്ക്ക് എനിക്കുള്ളത്. വ്യക്തി എന്ന നിലയ്ക്ക് എന്നെക്കുറിച്ച് പറയുന്ന ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ല. അതോടൊപ്പം താങ്കൾ കേരളത്തെക്കുറിച്ച്, കേരളത്തിൽ നിന്ന് പോയാലും പലപ്പോഴും ആളുകൾ കേരളത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് നാടിൽ തന്നെ വിട്ടുപോകുന്നതല്ലോ. പക്ഷേ താങ്കൾ എല്ലാ മാസവും നാട്ടിലെത്തുന്ന ഒരാളാണ്, നാടിനോടൊരു ബന്ധം എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ്. ഈ കേരളത്തിൽ നേരത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാറുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൻ്റെ കേരളം എൻ്റെ നാടാണ്. ഫെൽറ്റ് ഇൻ ദ ബ്ലഡ് ആൻഡ് ഫെൽറ്റ് അലോങ് ദ ഹാർട്ട്. ഞാൻ എവിടെ പോയാലും ഞാനൊരു മലയാളിയാണ്. യാമ സ്വന്തം വീട് മുതുകത്ത് കൊണ്ട് നടക്കുമെന്ന് പറയുന്ന പോലെ ഞാൻ എവിടെ പോയാലും എൻ്റെ മലയാളിത്തം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് എവിടെ ഇരുന്നാലും എൻ്റെ മനസ്സ് കേരളത്തിലാണ്. അത് ഒരു മാറ്റമില്ല. കേരളത്തിൽ ഉള്ള മാറ്റങ്ങൾ അത് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നല്ല മാറ്റങ്ങളുണ്ട്, ചീത്ത മാറ്റങ്ങളുണ്ട്. അതിൽ രാഷ്ട്രീയമായ മാറ്റങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഒരു സമൂഹം എന്ന നിലയിൽ കേരളം പുരോഗമിക്കുകയാണ്. വിശേഷിച്ചും കേരളത്തിലെ നവതലമുറ, ദേ ആർ സെക്കൻഡ് ടു നൺ ഇൻ ദ വേൾഡ്. ലോകത്തിലെ നവതലമുറയിൽ മുൻപിൽ നിൽക്കുന്ന ബുദ്ധി കൊണ്ടും അവരുടെ പ്രാമാണിത്വം കൊണ്ടും കഴിവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വീക്ഷണം കൊണ്ടും ദ ന്യൂ ജനറേഷൻ ഇൻ കേരള ഐ വുഡ് സേ ഇസ് ദ ബെസ്റ്റ് ജനറേഷൻ എനിവെയർ ഇൻ ദ വേൾഡ്. ദേ ആർ സെക്കൻഡ് ടു നൺ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേരളം എത്രയൊക്കെ അധപ്പതനത്തിലേക്ക് പോയാലും ശരി, അതൊക്കെ പിടിച്ചുയർത്താനുള്ള കഴിവ് നമ്മുടെ നവതലമുറയ്ക്കുണ്ട്. അവരെ ഭരണമേൽപ്പിക്കുക, അവരെ നേതൃത്വം ഏൽപ്പിക്കുക. ആ സമയത്ത് കേരളം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ ബംഗാളിനെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും പറയും പലതരത്തിൽ സാമ്യതകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അവരുടെ പൊളിറ്റിക്സിലടക്കം, അവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലടക്കം ഈ തമ്മിൽ രണ്ട് ജീവിതങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? രണ്ടും ഉന്നതമായ സാംസ്കാരിക നിലവാരം പുലർത്തുന്ന സമൂഹമാണ്. രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഒരുപക്ഷെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന പോലെ ആർഗ്യുമെൻറ്റേറ്റീവ് ബംഗാളി, ആർഗ്യുമെൻറ്റേറ്റീവ് മലയാളി എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്വതന്ത്രമായി ചിന്തിക്കുകയും ആത്മാഭിമാനം വെടിയാതെ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന രണ്ട് ജനതയാണ് ബംഗാളിലും കേരളത്തിലും ഞാൻ കാണുന്നത്. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ വളരെ ഉന്നതമായ നിലയിൽ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, പ്രബുദ്ധരായ ജനതയാണ് കേരളത്തിലും ബംഗാളിലും ഉള്ളത്. പശ്ചിമ ബംഗാളിൽ ഇനി കാണുന്ന, സമീപകാലത്ത് ഭാവിയിൽ കാണുന്നത് എന്താണ് ഇതിൻ്റെ ഒരു മാറ്റം? കാരണം നിരന്തരമായൊരു തർക്കത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അതിലും അതേ സർക്കാർ തന്നെ നിലനിൽക്കുന്നു കേന്ദ്രത്തിൽ. ഇനി ബംഗാളിലെ ഭാവി എങ്ങനെയാണ്? പശ്ചിമ ബംഗാളിൽ ഞാൻ കാണുന്നത് അക്രമവും അഴിമതിയും. ഇത് നിർത്തലാക്കിയാൽ ബംഗാൾ സുവർണ ബംഗാൾ തന്നെയായിരിക്കും. രവീന്ദ്രനാഥ് ടാഗോർ പറയുന്ന പോലെ വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. അതാണ് ബംഗാൾ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അക്രമം കൊണ്ടും അഴിമതി കൊണ്ടും നിറഞ്ഞ ഭരണകൂടമായതുകൊണ്ട് ആണ് ബംഗാളിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതെല്ലാം മാറി ബംഗാളികൾ തന്നെ പറയുന്ന പോലെ ബാംഗ്ലാർ മാട്ടി, ബാംഗ്ലാർ ജോൽ, ബാംഗ്ലാർ ബായു, ബാംഗ്ലാർ ഫോൾ, പുന്നോഹോക്ക് 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 ഏ ഭഗവാൻ എന്ന് രവീന്ദ്രനാഥ് പറഞ്ഞ നിലയിലേക്ക് ബംഗാൾ വരും. അഴിമതി അവസാനിപ്പിക്കണം, അക്രമം അവസാനിപ്പിക്കണം. അതാണ് വേണ്ടത്. ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ഇതുവരെ ഉണ്ടോ, ഇനി ഉണ്ടാകുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ബംഗാളിലെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ പിന്തുണ ഉണ്ട് എന്ന് വ്യക്തമാക്കി കൊണ്ടട്ടെ. നിയമവാഴ്ചയുടെ പിന്തുണയുണ്ട്. ഇതെല്ലാം ചേർന്ന് സന്തോഷകരമായി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി
എൻ്റെ കർമ്മം നിർവഹിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും താങ്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ. താങ്ക് യു.